ഹലോ ഗൈസ്, ഇന്ന് ഞാൻ മംഗളൂർ പ്രോൺസ് ഗീ റോസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. പേര് കേട്ടിട്ടൊന്നും ഞെട്ടണ്ട, സംഭവം സിമ്പിൾ ആണ്. ചെമ്മീനിലേക്ക് ഉപ്പ്, മഞ്ഞപ്പൊടി, ചെറുനാരങ്ങ നീര് ഇത്രയും കൂടെ ഇട്ട് നല്ലോണം കുഴച്ചെടുത്ത് മാരിനേറ്റ് ചെയ്ത് വെക്കുക. പുളിയുടെ ആവശ്യമുണ്ട്, ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് സാധനങ്ങളൊന്ന് ചൂടാക്കി എടുക്കണം. മല്ലി, വലിയ ജീരകം, ചെറിയ ജീരകം, കുരുമുളക്, കസ്കസ്, വെളുത്ത കസ്കസ് എടുക്കണേ, കടുക്, ഉലുവ ഇത്രയും കൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഇത്രയും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കാം. വെറുതെ അങ്ങ് ചൂടാക്കി വെച്ചാൽ മാത്രം പോരാ, ഇതങ്ങ് പൊടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് വേണം കാശ്മീരി മുളക് പൊടി, നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ച പുളിയുടെ വെള്ളം, 4-5 കാഷ്യൂനട്ട് കുതിർത്ത് വെച്ചത്, കുറച്ച് വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ശർക്കര ഇത്രയും കൂടെ ഇട്ട് വീണ്ടും നല്ലോണം അരച്ച് പേസ്റ്റ് ആക്കി വെക്കാം. ഇനി മാരിനേറ്റ് ചെയ്ത് വെച്ച പ്രോൺസ് നെയ്യിൽ വേണം ഒന്ന് വറുത്തെടുക്കാൻ കേട്ടോ. വെളിച്ചെണ്ണ ഒന്നും യൂസ് ചെയ്യുന്നില്ല, നെയ്യിലാണ് ഫുൾ പരിപാടിയും. അങ്ങനെ പ്രോൺസ് അവിടെ റെഡി ആയിട്ടുണ്ട്. ആ പാത്രത്തിലേക്ക് തന്നെ വീണ്ടും കുറച്ച് നെയ്യ് ഒഴിച്ച് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ശകലം വെള്ളം കൂടെ ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇതിനൊന്ന് തിളയ്ക്കാൻ വേണ്ടി വിടാം. ഈ സമയത്ത് തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നല്ലോണം തിളച്ച് ജസ്റ്റ് ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് പ്രോൺസിലേക്ക് തട്ടി കൊടുക്കാം. നെയ്യൊക്കെ നല്ലോണം തെളിഞ്ഞ് വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. അവസാനം കുറച്ച് മല്ലിയില കൂടെ വിതറി കൊടുത്താൽ നമ്മുടെ മംഗളൂർ പ്രോൺസ് ഗീ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടോ. പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ, നമ്മുടെ നാട്ടിലുള്ള ഡിഷ് അല്ല കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ മസാലയ്ക്കൊക്കെ ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിലൂടെ കാണാം. ടാറ്റാ.